ഹായ് മച്ചാമാരെ, നമ്മളിന്ന് 5 സ്ട്രാപ്പ് ഫ്രീ വരുന്ന എൻയോർക്ക് എന്ന ബ്രാൻഡിൻ്റെ കിഡിലം ഒരു സ്മാർട്ട് വാച്ചാണ് നമ്മൾ അൺബോക്സിന് വേണ്ടി കൊണ്ടുവന്നല്ലോ കേട്ടോ. അത്യാവശ്യം വലിയ ഒരു ബോക്സാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. വലിയൊരു ബോക്സാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ട്രാപ്പ് അടക്കം ഏകദേശം 5 സ്ട്രാപ്പാണ് ഈ ഒരു വാച്ചിൻ്റെ കൂടെ നമുക്ക് വരുന്നത്. ഈ എൻയോർക്കിൻ്റെ ബ്രാൻഡിൻ്റെ പേര് SW331 എന്നാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. അൾട്രാ 2ലാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് വന്നിട്ടുള്ളത്. ഇതായിട്ട് നമുക്ക് അൺബോക്സിന് വേണ്ടി തന്നത് കുവൈത്ത് സിറ്റിയിലെ ത്രിബിൾ മൊബൈൽസ് ആണ്. ഷോപ്പിൻ്റെ ലൊക്കേഷൻ, കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ പുറകുവശത്ത് തന്നെ ഈ ഒരു വാച്ചിനെ പറ്റിയുള്ള മൊത്തം ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. IP68 വാട്ടർ പ്രൂഫാണ്. ഏകദേശം 10 to 15 ദിവസമാണ് ഈ വാച്ചിൻ്റെ ബാറ്ററി കപ്പാസിറ്റി കമ്പനി അവകാശപ്പെടുന്നത്. 2.2 അതിൻ്റെ ഡിസ്ക്രീൻ സൈസ് വരുന്നുണ്ട്. ഇവ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫുൾ സ്ക്രീനിങ്, കോളിംഗ്, മെസ്സേജ്, സ്പോർട്സ് മോഡ്, അതായത് ഒരു സ്മാർട്ട് വാച്ചിൽ എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം അടങ്ങിയിട്ടാണ് എൻയോർക്കിൻ്റെ S331 എന്നുള്ള ഈ ഒരു മോഡൽ കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബോക്സ് നേരെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം ക്യൂട്ട് ലെവലിലാണ് ഈ ഒരു ബോക്സ് വന്നിട്ടുള്ളത്. അത് വീതി എന്താ പറയുക, നമ്മളതിൻ്റെ വണ്ണം വളരെ കുറവും, എന്നാൽ അത്യാവശ്യം ക്യൂട്ട് ലുക്കിലാണ് ഈ ഒരു ബോക്സ് വന്നുള്ളത്. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നമ്മൾ എങ്ങനെയുണ്ട്, നമ്മുടെ സ്ട്രാപ്പും അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ബോക്സ് കണ്ട, നമ്മളൊരു പെട്ടി തുറക്കുന്ന ലാഘവത്തോടെയാണ് നമ്മളൊരു ബോക്സൊക്കെ ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുക 5 സ്ട്രാപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഏത് തരത്തിൽ നോക്കുകയാണെങ്കിലും ഏത് കളറിലും, സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ കണ്ടില്ലേ, ബ്ലാക്ക് കളറിലും അതുപോലെ തന്നെ സിൽവറും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ അൺബോക്സിങ് ചെയ്യുന്നതിൽ നമുക്ക് ബ്ലാക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലാക്ക് നോർമൽ സ്ട്രാപ്പ് ഉണ്ട്. നമുക്ക് പുതിയ അൾട്രയിൽ വരുന്ന രീതിയിലുള്ള സ്ട്രാപ്പ്, അത് നമുക്കൊരു ഗ്രീൻ കളറും അതുപോലെ തന്നെ ബ്ലൂ വരുന്നുണ്ട്. പിന്നെ നോർമൽ ഒരു ബ്ലാക്ക് ടൈപ്പിൽ വരുന്നത്. ഇനി ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ട്രാപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് ലൂസ് ആണെങ്കിൽ അത് എങ്ങനെ കണ്ണി കുറക്കാം എന്ന് നോക്കി നമ്മൾ ഒരു കടയിൽ പോയിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ കണ്ണി എങ്ങനെ നമുക്ക് ലൂസ് ചെയ്തെടുക്കാനുള്ള ആ ഒരു ടൂൾ കിറ്റ് വരെ എൻയോർക്ക് എന്ന ഈ ഒരു ബ്രാൻഡ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഒരു യൂസർ മാനുവൽ, വളരെ ക്യൂട്ട് ലുക്കിൽ അതിൻ്റെ ഒരു യൂസർ മാനുവൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ആ ഒരു QR കോഡും നമുക്ക് കമ്പനി ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് വാച്ചിൽ നമുക്ക് വരുന്ന ആപ്ലിക്കേഷൻ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഫെരിഫിറ്റ് എന്നൊരു ആപ്ലിക്കേഷനാണ് വരിക. ഈ ഒരു ഫെരിഫിറ്റ് എന്നൊരു ആപ്ലിക്കേഷൻ എങ്ങനെ കണക്ട് ചെയ്യാനുള്ള സെപ്പറേറ്റ് വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ ഫെരിഫിറ്റ് എന്ന ആപ്ലിക്കേഷൻ നമുക്ക് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ആപ്ലിക്കേഷൻ എങ്ങനെ കണക്ട് ചെയ്യുന്ന ആലോചിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതിൻ്റെ സ്ട്രാപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് അതിൻ്റെ സ്ട്രാപ്പുകൾ വന്നിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വയർലെസ് ആയിട്ട് നമ്മൾ ചാർജർ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 മീറ്ററാണ് ഈ ഒരു ക്യാബിൻ്റെ ലെങ്ത് വരുന്നത്. അത്യാവശ്യം നോർമൽ ഒരു ക്വാളിറ്റി വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ പറയാം, ഈ ഒരു സ്മാർട്ട് വാച്ച് തികച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ 5 സ്ട്രാപ്പ് വരുന്ന ഒരു സ്മാർട്ട് വാച്ചാണ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ആ ഒരു ഡയൽ നമുക്ക് ഇരിക്കുന്നത് കാണാൻ സാധിക്കും. എൻയോർക്കിൻ്റെ ആ ഒരു ബ്രാൻഡിങ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റിക്കറൊക്കെ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് നമുക്ക് ഒഴിവാക്കാം. അൾട്രാ 2ൻ്റെ മോഡൽ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അതേ ഡിസൈന് തന്നെയാണ് ഇതും നമുക്ക് അൾട്രാ 2 എന്ന മോഡൽ തന്നെയാണ്, ലാബിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം വലിയ ഒരു സ്ക്രീനാണ് വരുന്നത്. 2.2 ആണ് ഈ ഒരു സ്ക്രീനിൻ്റെ സൈസ് വരുന്നത്. IP68 വാട്ടർ പ്രൂഫ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് 2 ബട്ടൺ, ഒരു ക്രൗൺ ബട്ടണും ഒരു പവർ ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. ഈ സെൻട്രലായിട്ട് നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ മൈക്ക് വരുന്നത്. നമുക്ക് കോളിംഗ് ഒക്കെ ഈ ഒരു സ്മാർട്ട് വാച്ചിൽ സപ്പോർട്ടാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ സെൻസേഴ്സ്, കാര്യങ്ങൾ, ചാർജിങ്ങിൻ്റെ പോയിൻ്റൊക്കെ നമുക്ക് വരുന്നത്. അത്യാവശ്യം ചാർജിങ്ങിൻ്റെ ആ ഒരു മാഗ്നറ്റിക് കപ്പാസിറ്റി ഒക്കെ അത്യാവശ്യം നല്ല പവറിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ആക്ഷൻ ബട്ടൺ വേറെ വരുന്നുണ്ട്. നമുക്ക് സ്പോർട്സ് മോഡൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഭാഗത്ത് അത്യാവശ്യം വലിയൊരു സ്പീക്കർ ഏരിയ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്ട്രാപ്പ് ഇടുമ്പോൾ ജസ്റ്റ് പ്രസ് ചെയ്തെടുക്കാനുള്ള ആ ഒരു ഹോളാണ് ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എനിക്ക് എന്തായാലും നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഡയലൊന്ന് ഓൺ ചെയ്തിട്ട് ആ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. സ്മാർട്ട് വാച്ച് ഓൺ ചെയ്യുന്ന വേണ്ടി ക്രൗൺ ബട്ടൻ്റെ താഴെ കാണുന്ന ഈ ഒരു ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഓൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓൺ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡയൽ മോഡുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടുതൽ ഡയൽ മോഡുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് വാച്ച് ഫോണുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ഫോട്ടോ നമുക്ക് വാൾപേപ്പർ ചെയ്യുന്ന വേണ്ടിയിട്ടും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കിഡിലിനായിട്ടുള്ള വാൾപേപ്പർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ വെതർ റിപ്പോർട്ട്, കലണ്ടർ, അലാറം ക്ലോക്ക്, ടൈമർ, സ്റ്റോപ്പ് വാച്ച്, സെറ്റിങ്സ്, കാൽക്കുലേറ്റർ, ഇവിടെ എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഡയൽ മോഡുകൾ അത്യാവശ്യം ഡയൽ മോഡുകൾ നമുക്ക് വരുന്നുണ്ട്. തീംസ് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഡിസ്പ്ലേ, അതുപോലെ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, വൈബ്രേറ്റ്, സൗണ്ട്, ഈ വക എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നുണ്ട്.
നമുക്ക് സൗണ്ട് ലാംഗ്വേജ് മാറ്റാൻ ടൈം ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് നമ്മൾ ടൈമിൻ്റെ കാര്യം നമുക്ക് 24 hours മാറ്റി 12 hours ഈ കാര്യങ്ങൾക്ക് നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഡേറ്റ് നമുക്ക് വേണ്ട ഡേറ്റൊക്കെ ഓണായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പാസ്വേഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു സെറ്റിംഗ് അത് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വലിയ സെറ്റിങ്സ് ഏരിയയാണ് നമുക്ക് കമ്പനി കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാർട്ട് റേറ്റ്, ആക്ടിവിറ്റി, വെതർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് റൈറ്റ് സൈഡിൽ നമുക്ക് വരുന്നത്. താഴേന്ന് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ക്ലോക്ക് വരുന്നുണ്ട്, അതുപോലെ ഡേറ്റ്, ടൈം, സ്പോർട്സ്, മെസ്സേജ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് താഴത്തുനിന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത്. പിന്നെ മുകളിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ ഫോണുമായി കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോണിൽ വരുന്ന വാട്സപ്പിലും മറ്റും വരുന്ന നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് വളരെ സിമ്പിളായിട്ട് നോക്കാൻ സാധിക്കും. മുകളിൽ നിന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോണുമായി കണക്ട് ചെയ്യാനുള്ള ബ്ലൂടൂത്ത്, സെറ്റിങ്സ്, അതുപോലെ AI ഫീച്ചർ വരുന്നുണ്ട്. നമ്മൾ ഫോണുമായി കണക്ട് ചെയ്താൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ സെറ്റിങ്സ് നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. QR കോഡ് അത് ഡൗൺലോഡ് ചെയ്യാൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് ഈ വക കാര്യങ്ങൾ അടങ്ങിയിട്ട് അത്യാവശ്യം വലിയൊരു സെറ്റിങ്സ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് മെനു സെലക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു ബട്ടണും അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ആക്ഷൻ ബട്ടൺ കാണാൻ സാധിക്കും. ഈ ഒരു ആക്ഷൻ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ സ്പോർട്സ് മോഡ് മാത്രമായിട്ടാണ് ഈ ഒരു ആക്ഷൻ ബട്ടൺ വന്നുള്ളത്. സ്പോർട്സ് മോഡുകൾ കംപ്ലീറ്റ് നമുക്ക് ഈ ഒരു ആക്ഷൻ ബട്ടണിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മെനു സെലക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്നത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മെനു ഓൺ ആവും. അത്യാവശ്യം നല്ല സ്പീഡായിട്ട് തന്നെ ഇതിൻ്റെ ടച്ച് കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. മെനുവിൻ്റെ മോഡൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്രൗൺ ബട്ടൺ തന്നെ ഏകദേശം ഡബിൾ ക്ലിക്ക് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് മെനുവിൻ്റെ മോഡുകളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യാൻ സാധിക്കുക. തികച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലി 5 സ്ട്രാപ്പ് വരുന്ന സ്മാർട്ട് വാച്ചാണ് എൻയോർക്കിൻ്റെ SW331 എന്ന് പറഞ്ഞിട്ട് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ചെയിനും അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ലെവലിൽ നമുക്ക് നിങ്ങൾക്ക് സ്മാർട്ട് വാച്ചുകൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു Ultra 2 സ്മാർട്ട് വാച്ച് എൻയോർക്കിൻ്റെ ബ്രാൻഡ് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് വീഡിയോ ആണ് കേസ് എല്ലാം ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ.